അതോടെ കാറ്റുപോയി. അതുകൊണ്ട് പഠിച്ചോ, ഇസ്തിഗാസ ശിർക്കാണെന്ന് തെളിയിച്ചു ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. പറയൂ തെളിവ്. സുബ്കിയുടെ വാദം നിങ്ങൾ പറഞ്ഞില്ലേ? സുബ്കിക്കെതിരെ ശക്തമായി മഹാനായ ഇബ്നു അബ്ദുൽ ഹാദി അദ്ദേഹത്തിന്റെ കിതാബിൽ വ്യക്തമായി സുബ്കിക്ക് മറുപടി കൊടുത്തു. ഇന്നുവരെ സുബ്കിക്ക് മറുപടി പറഞ്ഞ ആ വിഷയത്തിന് ശേഷം ഒറ്റയാളും ഇബ്നു അബ്ദുൽ ഹാദിയെ ഗണ്ണിച്ചിട്ടില്ല. മോനെ പഠിച്ചോ നിങ്ങള്. അദ്ദേഹത്തിന്റെ വിഷയത്തിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു തന്നു. എന്തിന്? സ്വാരിമുൽ മുങ്കിയുണ്ടോ? മറിച്ചോ കിതാബ് കുറെ ഫ്രണ്ടിലുണ്ടല്ലോ. ഞങ്ങൾ പറയുന്നു ആ വിഷയത്തിൽ സുബ്കിക്ക് അതിനുശേഷം കൃത്യമായി മറുപടി കൊടുത്തു. ഇനി രണ്ടാമത്തത്, ലോകത്ത് ആദ്യമായി ആരാ പറഞ്ഞത്? സുബ്കി ഇബ്നു തൈമിയ്യക്കും ആരും പറഞ്ഞിട്ടില്ല. ആരാ അത് പറഞ്ഞത്? നിങ്ങളുടെ പിൽക്കാലത്തെ പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന മറാക്കിഷി എഴുതിയതാ മിസ്ബാഹുൽ മനാം. എന്തിനാ ഇയാൾ എഴുതിയത്? എല്ലാവരും അള്ളാഹുവിനോട് ഇസ്തിഗാസ എടുത്തത്, റസൂലുള്ളാഹിനോട് ചേടാൻ ആരുമില്ല, അതുകൊണ്ട് അതിന്റെ പേര് ഞാൻ ഒരു കിതാബ് എഴുതുന്നു പറഞ്ഞ് എഴുതിയതാ. ഇബ്നു തൈമിയ്യക്ക് മുമ്പ്, ഇബ്നു തൈമിയ്യക്കും അതിനുശേഷമാണ് ഇബ്നു തൈമിയ്യ അതിനുശേഷം ഗണ്ണിച്ചു. ആ ഗണ്ണനത്തിനു ശേഷം കൃത്യമായി ഇസ്തിഗാസയുടെ വിഷയത്തിലുള്ള വാചകം വളരെ വ്യക്തമായി വന്നു. അതുകൊണ്ട് അശ്വനി തയ്യാറുണ്ടോ? നിങ്ങൾ ഇസ്ലാഹൊക്കെ വിളിച്ചു പൊക്കി കാണിക്കണ്ട. അതൊക്കെ നമ്മൾ കുറെ കണ്ടതാണ്, ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തയ്യാറുണ്ടോ? ഇസ്തിഗാസ മരണപ്പെട്ടു പോയ മഹാന്മാരോട്, അതേ മുഹ്യിദ്ദീൻ ശേഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടു പോയ മഹാന്മാരോട് അവരോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ് എന്ന് നിങ്ങളെ വാദം. ആ വാദം നിങ്ങൾ എഴുതിയെന്താ? ജിന്നുകളോട് സഹായം തേടി ശിർക്കല്ല ആണോ? മലക്കിനോട് സഹായം തേടി ശിർക്കല്ല എന്നാണ് നിങ്ങൾ എഴുതുന്നത്? അല്ല. വിഷയം നിങ്ങൾ എഴുതിയ മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കല്ലാതെ പാറമോനെ തെളിവ്. അതിനാ പറയേണ്ടത്. അതാ വിഷയം. നിങ്ങളിപ്പോ ചോദിക്കാണ്, ശരി, ഇൻഷാ അല്ലാഹ് ചോദിച്ചോളൂ. ഞങ്ങൾ അതിന് മറുപടി പറയുന്നു. ഈ വിഷയത്തിൽ ഇസ്തിഗാസ വിഷയം തെളിയിക്കാൻ ഞങ്ങൾ തയ്യാർ. ഏതായാലും ജിന്ന് തൊടൂല, അതങ്ങനെ തന്നെയാണ്. കാരണം റഹ്മാനി പറയാ, നമ്മൾ കുറെ മുട്ടിയതല്ലേ, മുട്ടണമെന്ന് ഞമ്മക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് കുത്തുബിയ്യത്തിന്റെ ഒരു വിഷയത്തിൽ നിങ്ങളെ സ്വന്തം മൂക്കിനിതായി ഞാൻ എത്തിയിട്ട് ഇന്ന് വരെ നിങ്ങൾ പ്രതികരിച്ചിട്ടില്ല, പ്രതികരിക്കാൻ കഴിയൂല. ഇപ്പൊ അൽഹംദുലില്ലാ ഏതായാലും നിങ്ങളെ കിട്ടിയല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ല? പിന്നെ വിഷയം കൃത്യമായി ഞാൻ വായിച്ചു തരാലോ. ആർക്കും അറിയാം, മുഹ്യിദ്ദീൻ ശൈഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന രീതിയിലുള്ളത് ശിർക്കാണ് നിങ്ങൾ പറയുന്നു. അതേ നിങ്ങൾ തന്നെ പറയുന്നു ജിന്നിനോട് തേടൽ ശിർക്കല്ല. അപ്പോ ഒരാള് ഞങ്ങൾ പറഞ്ഞതിന്റെ നേരെ വൈകിട്ട് നിങ്ങൾ പറയുമ്പോ എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു തരൽ ഈ വിഷയത്തിൽ വന്നു. ഏതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞങ്ങൾക്കറിയില്ല, കാരണം ജിന്നുകളാണല്ലോ. ശരിക്കും ഇരുന്നോളൂ, ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ മുഹ്യിദ്ദീൻ ശൈഖ് രക്ഷിക്കണേ എന്ന് പറയുന്നു, അത് ശിർക്കാണെന്ന് ഞാൻ വാദിച്ചു. മനസ്സിലാക്കണം. അപ്പൊ വേറെ ആൾ എന്നോട് വാദിക്കാൻ വരുന്നു. അപ്പൊ അയാളെ വാദം എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചു. ഞാൻ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു, എന്നോട് വാദിക്കാൻ വന്ന ആൾ റിഫായി ശൈഖിനെയും വിളിക്കുന്നു. സ്വാഭാവികമായി ഞാൻ ചോദിക്കൂലേ, എന്നോട് പറയാൻ നിങ്ങൾ ആരാ? നിങ്ങൾ റിഫായി ശൈഖിനെയും വിളിക്കുന്നുണ്ടല്ലോ, രണ്ടാൾ മാറിയേ ഉള്ളൂ. ഇതേപോലെ ഞങ്ങളും നിങ്ങളും നമ്മൾ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ സകല ശൈത്താന്മാരെയും ജിന്നുകളെയും വിളിക്കുന്നു. അതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞാൽ അന്ന് മുജാഹിദ് പ്രസ്ഥാനമില്ല. വ്യവസ്ഥയുടെ മർമ്മത്തിൽ നിന്നാണ് ഞങ്ങൾ ചോദിച്ചത്, മറുപടി പറയാൻ തയ്യാറല്ല. അതുകൊണ്ട് അതിന്റെ അനുബന്ധമായി വേറൊരു ചോദ്യം കൂടി നിങ്ങൾ അടുത്ത് ഉന്നയിക്കുന്നു. പറയണം മറുപടി. അതിനും വിഷയത്തിന് പുറത്തെന്ന് പറയണം. നിങ്ങൾ പറഞ്ഞല്ലോ അഭൗതിക മാർഗത്തിലൂടെയുള്ള തേട്ടം, അതേപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള തേട്ടം, അതാണ് ശിർക്ക്. ഞാൻ ചോദിക്കുന്നു, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം അഭൗതികമായ തേട്ടം, അതാണ് ശിർക്കാവുക. ഇത് ഖുർആൻ കൊണ്ട് തെളിയിക്കണം, ഹദീസ് കൊണ്ട് തെളിയിക്കണം. അത് ഈ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഇനി അതും വിഷയത്തിന് ഉത്തരം കിട്ടാത്ത ഒക്കെ വിഷയത്തിന് പുറത്ത് എന്നാ പിന്നെ നല്ല സുഖാണല്ലോ. അതുകൊണ്ട് റഹ്മാനിയോട് പറയുന്നു, നാട്ടിലായാലും ഇവിടെ ആയാലും ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. പ്രമാണങ്ങൾക്ക് മുന്നിൽ ഞങ്ങളെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ കൃത്യമായി പറയാനുള്ളത്. അതുകൊണ്ട് പഠിച്ചോ, അറിഞ്ഞോ, മനസ്സിലെ സുബ്കി ഇമാമിനെതിരെ കിതാബ് ഇൻഷാ അല്ലാഹ് വായിക്ക് നിങ്ങൾ പറഞ്ഞു തരാം. നിങ്ങളെ കള്ളക്കളി മുഴുവൻ ഞങ്ങൾ പിടിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങളെന്താ മറുപടി പറയാത്തത്? ചോദ്യം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടാ, ശരിയായി തന്നെയല്ലേ? അതുകൊണ്ട് ആ ജാതി പൂരി ഒന്നും മനസ്സിൽ വേണ്ട. ഒരാൾ സുന്നിയാണോ അല്ലേ തീരുമാനിക്കാനല്ലേ എങ്ങനെ നിങ്ങൾക്ക് അറിയോ? അത് ഞങ്ങളെ നോക്കിയിട്ടാ ഒരു കാര്യം പിടുത്തം കിട്ടാതെ പൊട്ടപ്പോഴത്തും പറയാൻ. അതുകൊണ്ട് രണ്ട് ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. ജിന്നിനോട് തരൽ ശിർക്കല്ലെന്നും ഔലിയാക്കളോട് തരൽ ശിർക്കാണെന്നും ഇതിന്
ഇതിനിടയിലുള്ള വ്യത്യാസമെന്ത്? ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ളതാണ് ശിർക്ക്, അഭൗതിക മാർഗത്തിലുള്ളതാണ് ശിർക്ക് എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ, ഇവിടെയും ആവർത്തിച്ചല്ലോ. എവിടെയാണ്, ഏത് ഖുർആനിന്റെ ആയത്ത് കൊണ്ടാണ് ഇത് നിങ്ങൾ തെളിയിക്കുക? അശ്വനി, നമ്മൾ തമ്മില് ചർച്ച വന്നത് മുട്ടിയതൊക്കെ നമുക്ക് പറയാം. അപ്പൊ അതോടൊപ്പം ഞാൻ പറയട്ടെ, ഞാൻ എന്റെ അടുത്ത് വന്നിട്ട് മറുപടി പറഞ്ഞിട്ട് ഞാൻ മറുപടി പറഞ്ഞില്ല. അന്ന് നിങ്ങളെ കൂടെ മുൻകർ നക്കീർ നിലക്ക് യൂസുഫും ബഖറുദ്ദീൻ സക്കാഫിമാരുണ്ടായിരുന്നില്ലേ? വിളിച്ചു ചോദിക്കവരോട്. ഞങ്ങളെ പള്ളിയിലെ മിനാരത്തിന് മുകളിലുള്ള മൈക്ക്, നിങ്ങളെ കൂട്ടത്തിലുള്ള നിങ്ങളെ ജമലുല്ലയിൽ രാത്രി ഒട്ടകം എന്ന് വിളിക്കുന്ന നിങ്ങളെ തങ്ങന്മാരടക്കമുള്ളവർക്ക് വ്യക്തമായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ചോദിച്ചു നോക്ക് പോയിട്ട്. മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞടക്ക എത്ര പ്രാവശ്യം തിരൂരിന് ഞങ്ങളോട് പറഞ്ഞില്ലേ? ഞാനത് മറുപടി പറഞ്ഞതാണ് അശ്വനി. കരുനാഗപ്പള്ളിയിൽ പറഞ്ഞില്ലേ? ഞാൻ മറുപടി പറഞ്ഞതാണ് അശ്വനി. എത്ര സ്ഥലത്തുനിന്ന് പറഞ്ഞോ നിങ്ങളോട്? കൃത്യമായ മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ജാതി വർത്താനങ്ങളൊന്നും പറയണ്ട. വീണ്ടും ഇപ്പോഴും ഞാൻ പറയാണ്, ജിന്നും മലക്കുമൊക്കെ കൊണ്ടുവരണോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതും കിടന്ന് കറങ്ങാനാണ് നിങ്ങൾക്ക് താല്പര്യം. പക്ഷെ ഇവിടെ കൂടിയ ജനങ്ങളുണ്ട്, അവർക്ക് ഈ വിഷയത്തിന്റെ കൃത്യം അറിയണം. മഹാന്മാരോട് നടത്തപ്പെടുന്ന ഇസ്തിഗാസ ശിർക്കാണോ അല്ലേ, ശിർക്കാണോ അല്ലേ, അതാണ് അവർക്ക് അറിയേണ്ടത്. അതിനാണ് ആളുകൾ ഇവിടെ വന്നത്. ആ വിഷയമാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായി മനസ്സിലാക്കിക്കോ, അല്ലാഹു അല്ലാത്ത മഹാന്മാരോട്, അതെ അവർക്ക് ആ ആളുകളോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ്. പിന്നത്തെ ചോദ്യം എന്താ? മറ്റേതായാലും പിൻവലിച്ച മട്ടിലാണ്. എന്നാലും ഞാൻ രണ്ടാമതൊരു ചോദ്യം ചോദിക്കുന്നതാ. ഒന്നാമത്തെ ചോദ്യം ഏതായാലും അതൊരിക്കലും ഈ വിഷയവുമായി ബന്ധമുള്ളതല്ല. നിങ്ങൾ ജിന്നിനെയും മലക്കിനെയും കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്ത് വ്യവസ്ഥ എഴുതിക്കോ? ജിന്നിനെ വിളിച്ചാൽ ശിർക്കാകുന്നതെപ്പോൾ, ശിർക്കല്ലാത്തതെപ്പോൾ. മലക്കിനെ വിളിച്ചാൽ ശിർക്കാകുന്നതെപ്പോൾ, ശിർക്കാകാത്തതെപ്പോൾ. കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞുതരാം മോനെ. വ്യവസ്ഥ എഴുതിക്കോ. എപ്പോ? ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞതിന് ശേഷം. ഇനി അടുത്ത് പറയട്ടെ, ഭൗതികം അഭൗതികം അങ്ങനെ ഒരു വേർതിരിവുണ്ടോ? ഉണ്ട്. പഠിച്ചോ. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹിയുടെ കിതാബ് പരിശോധിച്ചോ, അതുപോലെ തന്നെ ഇമാം നബിയുടെ കിതാബ് പരിശോധിച്ചോ, അതിലൊക്കെ കൃത്യമായി കാണാം എന്താണ് ഭൗതികം, എന്താണ് അഭൗതികം. സാധാരണ മനുഷ്യരുടെ കയ്യിലൂടെ നടക്കുന്ന കാര്യങ്ങൾക്ക് സൃഷ്ടികളോട് പറയാം. അതേ സമയത്ത് സൃഷ്ടികളുടെ കയ്യിലൂടെ നടക്കാത്ത കാര്യങ്ങൾ, അതെ അള്ളാഹു നടപ്പിൽ വരുത്താത്ത കാര്യങ്ങൾ, അത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കരുത്, അള്ളാഹുവിനോട് മാത്രം. ഈ വിഷയം വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. മാത്രമല്ല സഹായത്തെ വിശദീകരിക്കുമ്പോൾ പോലും മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞ വാചകം? അതെ, അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹി ലാകിന്നഹു അലാ ഖിസ്മൈൻ അഹദുഹുമാ മാ യഹ്സുലു മിൻ ഗൈരി വാസിതതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദ വത്ഥാനി മാ യഹ്സുലു ബിവാസിതതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദ. അതേ രണ്ട് തരമുണ്ട്. ഒന്ന് സാധാരണ ഇവിടെ നടക്കുന്ന രൂപമാണ്. രണ്ടാമത്തതോ സാധാരണ ഈ മീഡിയേറ്റർ ഉപയോഗിച്ച് സാധാരണ രൂപത്തിൽ നടക്കാത്തത്. അത് രണ്ടും വേർതിരിവുണ്ട്. അപ്പൊ സാധാരണ നടക്കുന്നത് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനോട്, സാധാരണ നടക്കാത്തതോ സാധാരണ നടക്കുന്നത് മനുഷ്യന്മാരോട്, സാധാരണ സൃഷ്ടികളോട്. അതേ സമയത്ത് സാധാരണ നടക്കാത്തതോ അത് അള്ളാഹുവിനോട്. വളരെ വ്യക്തമായും പണ്ഡിതന്മാർ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ അഹ്സനിയോട് എനിക്ക് പറയാനുള്ളത് വളരെ കൃത്യമായി, ഒന്നാമത്തെ ചോദ്യം വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. അതിന് ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വിഷയം കഴിയട്ടെ. നിങ്ങൾ തയ്യാറാണോ? ഇരിക്കാം, വ്യവസ്ഥ എഴുതാം, ആ വിഷയത്തിൽ നമുക്ക് സംവാദം നടത്താം. രണ്ടാമത്തതോ ഭൗതിക അഭൗതിക വിഷയം, അഭൗതിക മാർഗത്തിലൂടെ തേട്ടം, അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നത് അത് ഞങ്ങളുണ്ടാക്കിയ ഉസൂലല്ല, ഞങ്ങളുണ്ടാക്കിയ ഉസൂലല്ല. അത് പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരും പറഞ്ഞു, എന്തുകൊണ്ട് ഹിദായത്ത് സൃഷ്ടികളോട് ചോദിച്ചുകൂടാ? എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? ഹിദായത്ത് ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അള്ളാഹു അല്ലാത്തവരോട് അത് പറ്റില്ല. അപ്പോ സഹോദരങ്ങളെ, ഞങ്ങൾ ചോദിച്ച രണ്ട് ചോദ്യവും അവിടെ തന്നെ നിൽക്കണം. രണ്ടിനും മറുപടി കിട്ടില്ല. ഞാൻ ആദ്യം ചോദിച്ചെന്തിനറിയൂ? ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ്. എന്ത് ബോധ്യപ്പെടുത്താൻ? നിങ്ങൾക്ക് ഇസ്തിഗാസ
ഇസ്തിഗാസ ചെയ്യുന്ന ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഇന്ന് അധികാരമില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചത്. നിങ്ങൾ കണ്ട ജിന്നിനോടും ശൈത്താനോടൊക്കെ ഇഫിരീത്തേ, പിന്നെ ജിന്നെ എന്നെ രക്ഷിക്കണേ നിങ്ങൾ പറയുന്നു. പുഴക്കരയിൽ മറിയിലെ ജിന്ന് ആ ആള് ജിന്നിനോട് തേടാണ് ഞങ്ങൾ ഔലിയാക്കളോട്. രണ്ടും എന്താ വ്യത്യാസം എന്നാ ചോദിച്ചത്. ആ വ്യത്യാസം പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇസ്തിഗാസ ചെയ്യുന്ന ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. നിങ്ങൾ അധികാരം നഷ്ടപ്പെട്ടു. നിങ്ങളും ഞങ്ങളും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. നിങ്ങളെ നേതാക്കളായ ശൈത്താന്മാരോട് ഞങ്ങൾ നേതാക്കളായ ഔലിയാക്കളോട്. ഇത്ര വ്യത്യാസമുള്ളൂ. നിങ്ങൾ സക്കരിയാക്കല്ലേ എവിടുന്ന നിങ്ങൾ കിതാബ് പിടിച്ച് വരണ്ടേ? പിന്നെ ചെലൂരിൽ ഇയാൾ മറുപടി പറഞ്ഞു, പരസ്യ സ്റ്റേജിൽ മറുപടി പറഞ്ഞു, പള്ളിന്റെ ഉള്ളിൽ മറുപടി. ബാലുശ്ശേരി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് ജിന്ന് വന്നത് കൊണ്ട് അശ്വരിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്ന് ബാലുശ്ശേരി പറഞ്ഞു. എടുത്തു നോക്ക്. പിന്നെ ഞാൻ ചോദിച്ചു, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമ്പോഴാണ് ശിർക്കാവുക എന്നല്ലേ പറഞ്ഞത്? അതിന് ഖുർആന് കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാനാ പറഞ്ഞത്. നബവി ഇമാമും റാസിമാം പറഞ്ഞു അവിടെ ഇരിക്കട്ടെ, ഞാൻ വരാം. ഓതുവായത്ത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ശിർക്കാണ്, അത് പറയണം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് ശിർക്കാണ് എന്നതിന് ആയത്തോതണം. ആയത്താണ് ചോദിച്ചത്. അഭൗതികമായ സഹായം ശിർക്കാണ് എന്നതിന് ആയത്തോതണം. ഓതുമൗലവിയായത്ത് ഇല്ലേ, സ്വഹീഹായ ഹദീസ് ഇല്ലേ, ദഈഫായ ഹദീസെങ്കിലും പറയണം. വെല്ലുവിളിയാണ്. ഇമാം നബവി എന്ത് പറഞ്ഞു? പഠിപ്പിച്ചേരങ്ങുള്ളത്. റാസി ഇമാം എന്ത് പറഞ്ഞു? ഇൻഷാ അല്ലാഹ് നിങ്ങൾ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളെ ഉസൂല് നിങ്ങൾ പൊളിച്ചേ പഠിച്ചിട്ടുണ്ടായുള്ളൂ. ഒന്നാമത് നിങ്ങൾ പൊളിഞ്ഞു. കാരണം എന്താ? സകല ജിന്നിനും മലക്കിനും വിളിച്ച് ജിന്നേ ഇഫ്രീത്തേ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ശിർക്കല്ല എന്നല്ല നിങ്ങളുടെ വാദം. പിന്നെ ഞങ്ങളോട് പറയാം, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്ത് അവകാശം? കൂട്ടിവെച്ച് പൊയ്ക്കൂടെ? അതുകൊണ്ട് മറുപടി പറയണം. പിന്നെ ഈ ചോദ്യം ആവർത്തിക്കുന്നു, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞല്ലോ, അതിന് ആയത്തോതണം, ഹദീസ് പറയണം. പ്രമാണം എഴുതിയത് എന്താ? പ്രമാണം എഴുതിയത് ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഓതുവായത്ത് ഈ സമുദായത്തെ മുശ്രിക്കാക്കാൻ നിങ്ങൾ കണ്ടുപിടിച്ച തോന്നിവാസമാണത്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ളത് ശിർക്കാണ്. ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ അതിന് തെളിവ് പറയണം. രണ്ട് ചോദ്യവും ഇവിടെ അന്തരീക്ഷത്തിൽ പറന്നു കളിക്കുന്നു. ബുദ്ധിയുള്ള എല്ലാവർക്കും അത് വ്യക്തം. രണ്ടിനും മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി പറഞ്ഞാൽ അന്ന് മുജാഹിദില്ല. ഇത് കൃത്യമാണ്, വ്യക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം, അതുപോലെ അഭൗതികമായ മാർഗത്തിലൂടെ അല്ല ഉള്ള കാരണ ശിർക്ക്. ഇത് ആ മാനദണ്ഡത്തിന് ആയത്തോതിയേ പറ്റൂ. ശരി, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ മറുപടി പള്ളിക്കുള്ളിൽ നിന്ന് മറുപടി പറഞ്ഞാൽ മറുപടി ആവില്ല. ഒരു പുറത്ത് പരിപാടി നടത്തി ഞങ്ങളുടെ പള്ളിയുടെ കോമ്പൗണ്ടിന് തൊട്ടപ്പുറത്തടുത്ത പരിപാടിക്ക് പള്ളിക്കുള്ളിൽ മുകളിലത്തെ മൈക്ക് ഉപയോഗിച്ചുകൊണ്ടാ, ഉള്ളിലെ സ്പീക്കറല്ല മോനെ, പുറത്തെ മൈക്ക് ഉപയോഗിച്ചാ മറുപടി. ആ മറുപടി നാട്ടുകാർ കേട്ടതാ. അതാ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളെ മുങ്കർ നക്കീറുമായിട്ട് ഇന്ന് ഫഖറുദ്ദീനെയും യൂസുഫിനെയും വിളിച്ചു ചോദിക്കേ. പിന്നെ മുജാഹിദ് ബാലുശ്ശേരി മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ആ എന്തിനാന്നറിയോ? അതും കൂടെ കേട്ടു. അതാ നിങ്ങൾ പകുതി കേൾക്കും പകുതി മനസ്സിലാക്കൂല. അപ്പൊ എന്താ? ജിന്നും സീറുമായ വിഷയം, ഞങ്ങൾ ശിർക്ക് ആരോപിച്ച വിഷയം, ആ വിഷയത്തിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. ഞങ്ങളെ ശിർക്ക് ആരോപിച്ചു, ആരോപണമാണ്. അതുകൊണ്ട് തന്നെ അതിന് പകരം ക്ലിപ്പിടേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ ഉദ്ധരിച്ച വിഷയം, ഖുതുബിയ്യത്തുമായി ബന്ധപ്പെട്ട് പറയാൻ ശ്രമിച്ച വിഷയങ്ങൾക്കൊക്കെ അക്കമിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്ന വർത്താനമൊക്കെ അവിടെ നിർത്തിക്കാളേ, അതിവിടെ വേണ്ട. രണ്ടാമത്തത്, ഇവിടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്നു കിടക്കുന്ന ചോദ്യം മാത്രല്ല, ഇവിടെ ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇതിന് മോളെ പുറത്തു പോവില്ല തന്നെ. അതുകൊണ്ടാണ് മനസ്സിലാക്കണം, ഇത് ഹാളിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് പഠിച്ചോ, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഒന്ന്, ജിന്നുകളും മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയം, അത് നമ്മളെ വ്യവസ്ഥയിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ വ്യവസ്ഥ രണ്ടാമത് മാറ്റി എഴുതിക്കോ. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ട് അതിന് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. തയ്യാറാണ്. ശരി, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഇൻഷാ അല്ലാഹ് രാവിലെ 9 മണിക്ക് ഫ്ലൈറ്റ് പോവാണ്. നിങ്ങൾ എപ്പോഴാണ് പോകണമെന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി നിങ്ങൾ തയ്യാറാണോ? ഇരുന്നോ, എഴുതാം. ഇത് കഴിഞ്ഞിട്ട് ഇരുന്നോ? ഇവിടെ തന്നെ ഇരിക്കണോ? അല്ല വേറെ എവിടെയെങ്കിലും ഇരിക്കണോ? നമ്മൾ തയ്യാറാണ്. ഞങ്ങളതിലൊന്നും പേടിച്ച് നിൽക്കുന്ന ആളുകളൊന്നും അല്ല. ശരിക്കറിയോ, അതിനേക്കാളൊക്കെ വലിയ ജാടകൾ കളിച്ച ആളുകളുടെ മുന്നിൽ ഞങ്ങൾ പേടിച്ചിട്ടില്ല. പിന്നെ നിങ്ങളെ മുന്നിൽ
മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ്. വിഷയം അവതരിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും നിങ്ങൾ അതിനുശേഷം തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഇരിക്കാം. പിന്നെ രണ്ടാമത്തെ വിഷയം കാര്യകാരണ ബന്ധം. ആ വിഷയം ഞങ്ങൾ പറഞ്ഞു. അതേ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണത്തിലാണ് ഇമാം റാസി പറഞ്ഞത്. അതേ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണത്തിലാണ്. തഫ്സീർ പറയുമ്പോൾ ആയത്ത് ഓതണം. അതേ ആയത്തിന്റെ വിശദീകരണത്തിലാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അതല്ല ഇവിടുന്ന് വായിച്ചത് എന്ന് വായിച്ചില്ല ഇവിടുന്ന്. അതേ തഫ്സീറിൽ വെച്ച് വായിച്ചതാ. എല്ലാരും ഉൾപ്പെടുന്നു വായിച്ച ഇവിടുന്ന തഫ്സീർ എന്നാണ്. കഴിഞ്ഞില്ല, അതൊക്കെ വായിച്ച തഫ്സീർ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തി. ആയത്തേതാ പണ്ഡിതന്മാർ ഇമാം റാസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുമ്പോ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്ന വാചകം യുരീദു അയ്യഖ്ദഉക ഫഇന്ന ഹസ്ബകല്ലാഹ് ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. ആ നസ്ർ വിശദീകരിക്കുമ്പോഴാണ് കൃത്യമായ ബന്ധം വിശദീകരിച്ചു. എവിടെ എന്താണ് സഹായത്തിന്റെ പ്രത്യേകത, അള്ളാഹുവിന്റെ സഹായവും മുഅ്മിനീങ്ങളുടെ സഹായവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ വ്യത്യാസം പറയുമ്പോഴാണ് കൃത്യമായി രണ്ടും വേർതിരിച്ചത്. ഭൗതികം അഭൗതികം, സാധാരണ നടക്കുന്നത് സാധാരണ നടക്കാത്തത്. അതെ ഇസ്ലാഹ് എടുത്തിട്ടൊന്നും കാര്യമില്ല. പുതിയ ഇസ്ലാഹ് എടുത്താലും പഴയ ഇസ്ലാഹ് എടുത്താലും ഒന്നും കാര്യമില്ല. അതുകൊണ്ട് വിഷയം ഇതാണ്. അതെ എന്തുകൊണ്ടാണ് കഴിവുകൾക്കപ്പുറം കഴിവുകൾക്ക് അതീതം എന്ന് പറയാൻ? അതുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ പുതിയ ഇസ്ലാഹ് എടുത്താലും പഴയ ഇസ്ലാഹ് എടുത്താലും ഏത് ഇസ്ലാഹങ്ങൾ കൊണ്ടുവന്നാലും ശരി, ഇത് ഞങ്ങളെ വിഷയമാണ്. അതുകൊണ്ട് പഠിച്ചോ. പണ്ഡിതന്മാർ ആയത്തോതിയിട്ടാ പറഞ്ഞത്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചതാ. ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് ആയത്ത് കേട്ട് വരുന്നില്ല, വരൂല. ഇയാൾക്ക് ഇസ്ലാം കാണുന്നതന്നെ പേടിയാ. കാരണം ജിന്ന് മലക്ക് എന്താ പറഞ്ഞതറിയോ? ലോക മുസ്ലിമീങ്ങളെ പഠിച്ചോ, ഈ തോന്നിവാസം ഞങ്ങൾ ഇന്ന് അവസാനിപ്പിക്കും. കേട്ടോ, ഞാൻ വായിച്ചുതരാം. പുതിയ ഇസ്ലാഹ് പേടിക്കും ഇയാൾ. ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് എന്താ ഇതിൽ പറഞ്ഞത് എന്നറിയോ? കേട്ടോളൂ. അതാണ് ശിർക്കാകുന്നതും ശിർക്കല്ലാത്തതും ഉണ്ടെന്ന് നൽകപ്പെട്ടു വരുന്ന നമ്മുടെ വിശദീകരണങ്ങളും വിവേചന മാനദണ്ഡങ്ങളും നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ നേരിട്ട് ഉദ്ധരിക്കപ്പെട്ടത് അല്ല. ശരിക്ക് കേട്ടോ. അഭൗതികം പഠിച്ച് മനസ്സിലാക്കുക. കാര്യകാരണ ബന്ധങ്ങളിൽ പെടാത്ത എന്ന താങ്കളുടെ നിബന്ധനയും അതേപോലെ അഭൗതിക മാർഗത്തിലുള്ള സഹായം എന്ന കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ സലഫി പണ്ഡിതന്മാരുടെ വിശദീകരണവും നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ നേരിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങളെ ഇസ്ലാഹി ഈ രംഗം വായിക്ക്. എന്തായാലുള്ളത് അഭൗതിക മാർഗത്തിലുള്ള സഹായവേറ്റം അതേപോലെ കാര്യകാരണ ബന്ധം ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഖുർആനിൽ അങ്ങനെയില്ല, ഹദീസിൽ അങ്ങനെയില്ല. പറയട്ടെ, കാരണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? പറയണം നിങ്ങൾ മറുപടി. ഞാൻ വീണ്ടും വെല്ലുവിളിക്കുന്നു. ഇതിപ്പോ എന്താ നിങ്ങള് സ്ത്രീ പള്ളിക്ക് പോകാൻ പാടില്ല, എന്താ തെളിവ്? ഇതായിട്ട് എന്ത് ബന്ധം? നിങ്ങൾ ചിഹ്നങ്ങളെ കുടുങ്ങി. പിന്നെ ഇതല്ല, ഇത് വിഷയത്തിന്റെ ഉള്ളിന്നാ ചോദിച്ചത്. നിങ്ങൾ ഔലിയാക്കളോട് തേടുമ്പോ ശിർക്കും ജിന്നിനോട് തേടുമ്പോ ശിർക്കല്ലാന്നും വ്യത്യാസം പറഞ്ഞു കൊടുക്കണം. എങ്ങനെ ഇരട്ടത്താപ്പ്? മുജാഹിദായതുകൊണ്ടാ അത് പറയണം നിങ്ങൾ. അതുകൊണ്ട് ചോദ്യം ആവർത്തിക്കുന്നു. നിങ്ങളെ ഇസ്ലാഹ് പറയുന്നു കാര്യകാരണ ബന്ധം അല്ലെങ്കിൽ അഭൗതികം എന്ന വേർതിരിവിന് ഖുർആനോ ഹദീസോ പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം, ഖുർആനും ഹദീസും പറയാത്ത ഒരു കാര്യം ഏതാ വിഷയം? അഭൗതിക മാർഗത്തിലുള്ള സഹായം ശിർക്കാണ് എന്ന വാദം ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ കിട്ടില്ല. ആരാണ് എഴുതിയത്? നിങ്ങളുടെ പ്രിയപ്പെട്ട പത്രം ഇസ്ലാഹ് ചോദിക്കുന്നു, ഖുർആനിലും ഹദീസിലും ഇല്ലെങ്കിൽ എന്തിനായിരുന്നു നിങ്ങൾ ഈ മാനദണ്ഡം വെച്ച് സമൂഹത്തെ ഇതുവരെ മുശ്രിക്കാക്കിയത്? അതല്ലേ പോലെ ആകെ പറയാ അഭൗതികം കാര്യമാണ്. അത് പൊളിഞ്ഞ് ആയത്തില്ല. ഇനി ഞാൻ ചോദിക്കുന്ന ആയത്തുണ്ടോ? ആയത്തില്ല. ആയത്തില്ല എന്ന് ആരാ പറഞ്ഞു? നിങ്ങളെ പത്രം തന്നെ പറഞ്ഞു ഇസ്ലാഹ്.
പത്രം അല്ലെങ്കിൽ പത്രം അല്ലാന്ന് പറഞ്ഞു. ആ ബാക്കി പണി ഞങ്ങൾ കാണിച്ചു തരാം. മനസ്സിലായോ? പിന്നെ പറഞ്ഞു ഞങ്ങൾ പള്ളിന്ന് മറുപടി എന്നാ മറുപടി ആവൂലേ? നിങ്ങൾ ആദ്യം പറഞ്ഞു പള്ളിന്നാ സ്റ്റേജിൽ ആദ്യം ഒരു പരസ്യമായിട്ട് പറഞ്ഞു, നമ്മൾ പരസ്യമായി മറുപടി വെച്ചു. പിന്നെ പള്ളിന്നാ പറയുന്നത്. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പറയണ്ടേ? അത് അവിടെ ഇരിക്കട്ടെ. അതുകൊണ്ട് രണ്ട് ചോദ്യവും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം എന്ന് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. എവിടെയാണ് ഏത് ആയത്തിലാണ് അതുള്ളത്? ഈ സമൂഹത്തോട് നിങ്ങൾ പഠിപ്പിക്കണം. ഇത്ര കാലവും സമൂഹത്തെ നിങ്ങൾ നശിപ്പിച്ച ചോദ്യം അട്ടിമറിക്കണ്ട. അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായം, അതുപോലെ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളത് ശിർക്കാണെന്ന് ഇവിടെ പറഞ്ഞു. ഇസ്ലാം വായിച്ചതിപ്പോ എന്താ കിട്ടിയത്? ഖുർആനിലും ഹദീസിലും അങ്ങനെ കാര്യമില്ല. ശരിയല്ലേ? പരിശുദ്ധ ഖുർആനിലും ഹദീസിലും നേർക്ക് നേരെ അങ്ങനത്തെ ഒരു വിഷയം പറയോ? അങ്ങനത്തെ ഒരു വിഷയം പറയാം. കൈവക്കണ്ട, ഒച്ച ഉണ്ടാക്കണ്ട, അങ്ങനെ ഒരു വിഷയം പറയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ആയത്ത് വിശദീകരിച്ച് പറഞ്ഞത്. ഇസ്ലാമിൽ പറഞ്ഞെന്താ? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നിന്ന് ഹദീസിൽ നിന്ന് ഒരു പക്ഷെ നേരെ കിട്ടിക്കോണമെന്നില്ല. അതുകൊണ്ടാണ് ആയത്ത് വിശദീകരിച്ച പണ്ഡിതന്മാർ അത് വ്യക്തമായി വിശദീകരിച്ചു. എന്ത്? രണ്ടു തരം സഹായം മിണ്ടിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇസ്ലാം വായിച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് തിരിയുള്ള കാരണങ്ങൾ മലയാള ആര്യന്റെ ഭാഷ എന്ന് പറഞ്ഞ് തള്ളിയതാ. ഇപ്പൊ വായിച്ച മനസ്സിലാവാത്തോണ്ടാ ഞങ്ങൾ പറയുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ ചിലപ്പോൾ ഒരു വിഷയത്തിൽ തൈരീഫ് പറയൂല, ഹദീസിൽ തൈരീഫ് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരത് വിശദീകരിച്ചു. അതാണ് ഞാൻ റാസി ഇമാമിന്റെ ഖൗൽ ഉദ്ധരിച്ചത്. എന്ത്? രണ്ട് തരം സഹായം. ഒരു സഹായം രണ്ടും അതെ സാധാരണമായ മിൻ ഗൈരി വാസിതതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅതാദ വത്താനി മാ യഹ്സുലു ബിവാസിതതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅതാദ. സാധാരണയുള്ളതും സാധാരണക്കപ്പുറമുള്ളതും അതേ കാര്യകാരണ ബന്ധവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവും അതേ അല്ലാഹുവിന്റെ സഹായവും മുഅ്മിനിന്റെ സഹായവും വേർതിരിയുന്ന ഘടകം ഇമാം റാസി റഹിമഹുല്ല തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി. പിന്നെ നിങ്ങളെ വായിച്ച വിഷയം ഞങ്ങൾക്ക് വീണ്ടും പറയാനുള്ളത് തന്നെയാണ്. ഞങ്ങളുടെ വാദം കൃത്യമാണ്. അത് പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്, പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയതാണ്. അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ആ വിഷയമല്ലേ ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിച്ചത്. പിന്നെ ഞങ്ങൾ അന്ന് നടത്തിയ വിഷയം അതുകൂടെ ഒന്ന് കൂട്ടത്തിൽ പറഞ്ഞേക്കാം. ഞങ്ങളും പള്ളിക്കുള്ളിൽ തന്നെ നടത്തിയത്. ആദ്യവും പള്ളി കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് നടത്തിയത്. പള്ളിന്റെ കോമ്പൗണ്ട് ഉള്ളിൽ തന്നെ നടത്തിയത്. മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിലാക്കിക്കോളാം. ഞങ്ങൾ മറുപടി പറഞ്ഞില്ല എന്ന വാദം ശരിയല്ല എന്ന് ഞാൻ വീണ്ടും പറയാൻ. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ രണ്ട് ചോദ്യങ്ങൾ, അതിൽ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ജിന്നുകളോടും മലക്കുകളോടുമുള്ള സഹായത്തോട്ട് ഞങ്ങൾ പറഞ്ഞു അത് എപ്പോഴാണ് ശിർക്കാവുക, ശിർക്കാകാത്തത് എഴുതിക്കോ, വ്യവസ്ഥ തയ്യാറാണ്, അത് മാത്രം വെച്ചോ. ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു. ഇനിയും നിങ്ങൾ ഇസ്ലാഹ് വായിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വായിക്കേണ്ടതില്ല. ഞങ്ങൾ കൃത്യമായും പറഞ്ഞു. നമ്മൾ ഇവിടെ തെളിവ് തിരിച്ചിട്ടുണ്ട്. എന്ത്? ഖുർആൻ സുന്നത്ത് ഇജ്മാ ഖിയാസ് എന്ന്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം എഴുതിയ പണ്ഡിതന്മാർ ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് രണ്ടും വേർതിരിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. ഇമാം റാസിയുടെ ഖൗലിൽ നിന്ന് വേർതിരിച്ച് പഠിപ്പിച്ചു തന്നതിനാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം. അപ്പൊ ആയത്തിൽ ഒരു വിഷയത്തിന് തൈരീഫ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ കൈപൊക്കി കളിക്കണ്ട. അതുണ്ടാവില്ല. ശരി, അത് ആദ്യം കിതാബോധി പഠിക്കാത്തോണ്ടാ. ഹദീസ് ഒരു വിഷയത്തിലെ തൈരീഫ് എന്നാ പറ. ശിർക്കിന്റെ തൈരീഫ്, പ്രാർത്ഥനയുടെ തൈരീഫ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിലുണ്ടോ? ഇല്ല. ശിർക്കിന്റെ തൈരീഫ് ഉണ്ടോ? ഇല്ല. പണ്ഡിതന്മാര് പറഞ്ഞതാണ് അശ്ശിർകു ഹുവ ഇസ്ബാത്തു ശരീക് ബിമഅനാ വുജൂബിൽ വുജൂദ് കമാലിൽ മജൂസ് എന്ന് പറയുന്ന തൈരീഫ്. പ്രാർത്ഥന ഇസ്തിദാഉൽ അബ്ദി റബ്ബഹു. അതാരാ പറഞ്ഞത്? പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അതൊക്കെ തൈരീഫുകളെല്ലാം ഖുർആനിലും ഹദീസിലും ഉണ്ടോ? അതില്ലാന്ന് ആരെങ്കിലും പൊക്കി പിടിച്ചിട്ട് ഓടണ്ട. അത് യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? പിന്നെ എവിടുന്നാ തൈരീഫ് കിട്ടുക? അതേ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ. അതാ ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചു തന്നത്. ഇമാം നവവി പറഞ്ഞതാണ്, ഇമാം റാസി പറഞ്ഞതാണ്. പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയ ഈ രണ്ട് വേർതിരിവ്, മനുഷ്യന്റെ പ്രവർത്തനവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവർത്തനവും, മനുഷ്യ കഴിവുകൾക്ക് അതുപോലെ തന്നെ പരസ്പരം കഴിയുന്നത്, സഹായം ആ റൂട്ടിൽ വരുന്നത്, സൃഷ്ടികൾ സാധാരണ നടക്കുന്നത്, സാധാരണ നടക്കാത്തത്, അത് രണ്ടും ഇമാം
ഇമാം റാസി റഹിമഹുല്ലാ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതാണ്. അല്ലെങ്കിൽ ഇല്ല, നിങ്ങൾ പറ, ഈ വാചകം ഇല്ല തഫ്സീറിൽ എന്ന് പറയോ? നിങ്ങൾ പറയാൻ സാധിക്കുമെങ്കിൽ പറ. അവിടെയാണ് നിങ്ങൾക്ക് വിഷയം. ഇസ്ലാഹ് വായിച്ചിട്ട് ഖുർആനിലും ഹദീസിലും ഇല്ല എന്ന് കണ്ടപ്പോഴേക്ക് ചാടി കളിച്ചിട്ട് കാര്യമില്ല. പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം റാസി റഹിമഹുല്ല വിശദീകരിച്ചതാണ്. ഹദീസുകൾ വായിച്ചുകൊണ്ട് ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബി റഹിമഹുല്ലയെ പോലെ പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൃത്യം പ്രമാണം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതേ, കാര്യകാരണ ബന്ധത്തിന് അധീനം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. അല്ല, ഇപ്പൊ ഖുർആനും ഹദീസൊക്കെ വിട്ട് പണ്ഡിതന്മാരിൽ എത്തിയോ? മുക്കല്ലിദീകളാണോ? എന്താ അവസ്ഥ? അതാ ഞങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരായി ഇത് പറയാ. ബോധം വരുന്നുണ്ടോ നിങ്ങൾക്ക്? പിന്നെ ആയത്തോതിയിട്ടില്ല നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ മൂപ്പര് ചോദിക്കാ, നിർവചനം ഉണ്ടാവോ? നിർവചനമല്ല ചോദിച്ചതിന് മനസ്സിലായിട്ടില്ല. ഇന്റെ ഈ വാദം ഉണ്ടല്ലോ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം തേടിയാല് അത് അല്ലാഹുവില്ലാത്തവരിൽ പങ്കു ചേർക്കലാവും, അത് പിന്നെ ഹറാമാണ്, കുറ്റമാണ്, ശിർക്കാണ്. അതിനുള്ള തെളിവാ ചോദിച്ചത്. പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നെ റാസിമാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ കേട്ടോ ഇസ്ലാമിന്റെ മറുപടി. റാസിയും പറഞ്ഞിട്ടില്ല. അതാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാം കൊണ്ട് നിങ്ങൾ അടങ്ങാറായി തന്നെ വായിച്ചു തരാം. നിങ്ങൾ അടങ്ങാറായി. ഇങ്ങനെ ഒരു വിശദീകരണം നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ ഇമാം നബവി വരെയുള്ള ഏതെങ്കിലും പൂർവികന്മാരോ ഒരുപക്ഷേ പറഞ്ഞതായി കണ്ടെന്ന് വരില്ല. നബിമാരെ ആരുമില്ലാത്ത രീതിയിൽ പറയുന്നത് പറയണം നിങ്ങൾ. ഇനി എന്റെ ചോദ്യം, അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായം അത് ശിർക്കാണ് റാസിയിലുണ്ടെന്നല്ലേ? ശിർക്കാണെന്ന് റാസിയിലില്ല. കിതാബ് ഹാജരാക്കണം, ഉടനെ ഹാജരാക്കണം, റാസി ഹാജരാക്കണം. അത് ശിർക്കാണെന്ന വാക്ക് റാസിയിലില്ല. കൊണ്ടുവാ. അങ്ങനെയാണ് ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളെ. മധ്യസ്ഥന്മാർക്ക് കിതാബ് കൊടുക്കണം. വെല്ലുവിളിക്കുന്നു. ഇത് ഞങ്ങളെ വെല്ലുവിളിയാണ്. റാസി ഇമാമിന്റെ മേലിലും പച്ച നുണ. അഭൗതിക മാർഗത്തിലുള്ള സഹായം ശിർക്കാണ് എന്ന വാക്ക് ആ കിതാബിലില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, കിതാബ് കൈമാറണം. ആ ഇബാറത്ത് മധ്യസ്ഥന്മാർ മുഖേന ഞങ്ങൾക്ക് കാണിച്ചു തരണം. ബാക്കി പറഞ്ഞാൽ മതി.